ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ആയിരക്കണക്കിന് പലസ്തീനികൾ അവരുടെ വീടുകളിലെ അവശേഷിക്കുന്ന ഇടങ്ങളിലേക്ക് മടങ്ങി. ട്രംപിന് പകരം വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് സമാധാന സമ്മാനം നൽകാനുള്ള നൊബേൽ കമ്മിറ്റിയുടെ തീരുമാനത്തെ വിമർശിച്ച് വൈറ്റ് ഹൗസ്. ഡൽഹിയിൽ കോൾഡ്രിഫ് സിറപ്പ് വിൽപ്പന നിരോധിച്ചു. കഫ് സിറപ്പ് മരണങ്ങളെ തുടർന്ന് ഛത്തീസ്ഗഡിൽ 39 മരുന്നുകൾ നിരോധിച്ചു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയ സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ വിശദീകരണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണമോഷണത്തിന് പുറകിൽ വമ്പൻ സ്രാവുകളെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഭാരതത്തെ പോളിയോ മുക്ത രാജ്യമായി നിലനിർത്താനുള്ള യജ്ഞത്തിന്റെ ഭാഗമായി നാളെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി. പെൺകുഞ്ഞുങ്ങളുടെ അതിരുകളില്ലാത്ത ഭാവി ലക്ഷ്യമാക്കി അന്താരാഷ്ട്ര ബാലികാ ദിനം ഇന്ന്.